ഇപ്പം അങ്ങനെ ഇപ്പോൾ അക്കാഡമിക്കലി പോകണം എന്ന് ആഗ്രഹിച്ച അപ്പനുള്ള അങ്ങനെ ഒരു രീതിയിലായിരുന്നു. പക്ഷേ എന്നിട്ടും മകൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അല്ലേ വിട്ടു തന്നു. അപ്പോൾ ടീനിച്ചേട്ടൻ എങ്ങനെയുള്ള ഒരു അച്ഛനാണ്? അല്ല, ഞാൻ എൻ്റെ മകനോട് പറയുന്നതിനൊരു പരിധിയുണ്ട്. കാരണം തിരിച്ചു ചോദിക്കാം. അപ്പം നിങ്ങളോ അല്ലെങ്കിൽ എന്നെ ടിരിയെന്നാ വിളിക്കണം എൻ്റെ മകൻ. രണ്ടുപേരെ അല്ലേ? എനിക്കൊന്ന് അമ്മേനെയും പേരാ വിളിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ എന്തിനാ ഇൻ്റർവ്യൂ? അറിയണ്ടേ നിങ്ങളെ പോലൊക്കെ ആൾക്കാരെ, അതും ടീനിച്ചേട്ടനെ. ഞാൻ ആരുടെ മുന്നിലാണ് വന്നിരിക്കുന്നത്? അല്ല, പക്ഷേ എന്താന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ ആദ്യ കല്യാണ വിളിയും ആദ്യ മാമോദീസൊക്കെ വിളിക്കുന്നത് ഇപ്പം എന്നെയാണ്. സെലിബ്രിറ്റിയാണ് നമ്മുടെ കുടുംബത്തിൽ. ഇങ്ങനെ ഒരു എംബ്ലം വന്നിട്ടില്ല. അപ്പോൾ അതിൽ പിന്നെ എൻ്റെ അമ്മയുടെ അനിയന്മാരാണ് ബേണി ഇഗ്നീഷ്യസ് മ്യൂസിക്കിൽ. അവരാണ് എന്നെ ആദ്യം പാടിച്ചിട്ടുള്ളത് കേട്ടോ, ചെറിയ ചെറിയ പരിപാടികളൊക്കെ. അപ്പം തലതൊട്ടപ്പന്മാർ നല്ല അത്രയും കഴിവുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് വന്നതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് കഴിവില്ല എന്നാണ്. കഴിവുള്ളവരുണ്ട്, കഴിവില്ലാത്തവരുണ്ട്. കഴിവുള്ളവരാണല്ലോ മറ്റൊരു കഴിവുള്ള ഒരാളെ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ എത്രയോ വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഈ ആഗ്രഹം കൊണ്ടും ഹാർഡ് വർക്കും കൊണ്ടും. നമ്മളൊക്കെ ഒരുപാട് ഇപ്പോൾ സൈബറിലാണെങ്കിൽ ഇതൊക്കെ ആക്രമിക്കണമൊക്കെ അറിയാലോ. പക്ഷെ അതൊന്നും തന്നെ ഏൽക്കാത്തതൊരു കാവൽമാലാകെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ എന്ത് ചെയ്താലും ഒരു നന്മ വരാറുണ്ട് അതിന് ഏതെങ്കിലും വിധത്തിൽ. ഇപ്പോൾ ആദ്യം ഞാൻ ചെയ്തൊരു സിനിമയുടെ ഹൗസ്ഫുൾ എന്ന് പറഞ്ഞൊരു സിനിമ, 4 കുട്ടികളുള്ളത്. ജ്യോതിർമയായിരുന്നു. അപ്പോൾ ജ്യോതിർമയി ഇപ്പോൾ 2ാമത് അമൽ നീരദിൻ്റെ പടത്തിൽ ആ സിനിമ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സിനിമയും ഇതുപോലെ തന്നെ റിപ്പീറ്റഡ് വാച്ചാണ്. ചാനലിൽ 4 കുട്ടികളുടെ അപ്പൻ എന്ന് പറഞ്ഞാൽ അതിലും അപ്പനായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ്റെ ഫീലാണല്ലോ ചോദിച്ചത്. എങ്ങനെയുള്ള ഒരു അപ്പനാണ് ജീവിതത്തിൽ? സുഹൃത്ത്, മകനോട് സുഹൃത്തായിരിക്കണം എന്നുള്ള ഇതാണ്. കമ്പനിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചാൽ. ഏറ്റവും ഇന്ന് ഇറങ്ങിയിരിക്കുന്ന മ്യൂസിക് എന്താണ്, അവൻ കേരളം എന്ന് പറയുന്ന ഇട്ട വട്ടത്തിൽ മാത്രമല്ല, അവൻ ലോകം മുഴുവൻ അറിയാവുന്ന സംഗീതം എന്താണെന്ന് അറിയാവുന്ന സിനിമ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ കിട്ടുന്നത് എൻ്റെ മകനിൽ നിന്നാണ്. ഏറ്റവും പുതിയ സിനിമകൾ എന്താണ്, ഏറ്റവും പുതിയ ടെക്നോളജി, ആനിമേഷൻ ഗ്രാഫിക്സാണ്. പുതിയ ടെക്നോളജിയിൽ ഇറങ്ങിയിരിക്കുന്ന സിനിമ എന്താണ്, CGയുടെയൊക്കെ ആദ്യത്തെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ എനിക്കതാണ്. AI ആദ്യത്തെ, അതായത് ഒരു AI കൊണ്ടൊരു മരിച്ചുപോയ നടനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവനിൽ നിന്നാണ്. അപ്പോൾ ഒരു അച്ഛൻ എന്ന നിലയിൽ ഇപ്പോൾ മകനായിട്ടാണ് ജീവിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ മക്കളായി മാറും നമ്മൾ.